ഹലോ എവരിവൺ, വെൽക്കം ടു MLT അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മോർച്ചറി ടെക്നീഷ്യൻ എന്ന് പറയുന്നൊരു എക്സാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു സിലബസ് മൊത്തം കവർ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ക്ലാസ് വേണമെന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കവർ സിലബസ് ഓൺ എ ഷോർട്ട് പീരിയഡ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത് നെക്സ്റ്റ് DME DHS എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് സിലബസ് കവർ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത്. പക്ഷേ എന്തായാലും നമുക്ക് മോർച്ചറി ടെക്നീഷ്യൻ പോലുള്ളൊരു എക്സാം വരുന്നത് കൊണ്ട് നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ക്വസ്റ്റ്യനോടൊപ്പം തന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്യാം. അങ്ങനെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു രീതിയിലേക്കാണ് നമ്മളൊരു 3 മാസം അല്ലെങ്കിൽ 2 മാസമുള്ള ഒരു ടൈമിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ബയോകെമിസ്ട്രിയിൽ ഗ്ലാസ്വെയർസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ 1-ൻ്റെ ആകെ ഒരു മാർക്കിനാണ് അതിന് ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ ഏകദേശം 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. അതും വളരെ ഹൈ നിലവാരം പുലർത്തിയ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്ലാസ്വെയറിൽ നിന്ന് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലാതെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചില കാര്യങ്ങൾ മാത്രമേ നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂ, മുൻകാലങ്ങൾ ചെയ്ത പോലെ ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാം. സോ നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ഗ്ലാസ്വെയർ? ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നോട്ട് ട്രൂ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ടൈം എടുക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഗ്ലാസ് ആർ മെയ്ഡ് ഫ്രം സിലിക്ക, ദേ ആർ ബ്രിട്ടിൽ, ദേ ആർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്, ദേ ആർ ഒപ്പേക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒപ്പേക്ക് അല്ല, ഇറ്റ് ഇസ് ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ഗ്ലാസ് വെയർസിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്ലാസ് എന്തുകൊണ്ട് നമ്മൾ ഈ ആൻസറിലേക്ക് വന്നു, എന്താണ് ഗ്ലാസിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊരു അമോർഫസ് ആണ്, ഹാർഡാണ്, എന്നാൽ ബ്രിട്ടിൽ പൊട്ടിപ്പോകുന്നതാണ്, ട്രാൻസ്പാരൻറ്റ് ഓർ ട്രാൻസ്ലൂസൻറ്റ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ സോളിഡ്, ഇറ്റ് ഈസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഓഫ് ഇൻഫിനിറ്റ് വിസ്കോസിറ്റി. ഇത്രയാണ് ക്യാരക്ടേഴ്സ് ഓഫ് ഗ്ലാസ്. ഇപ്പോൾ ഗ്ലാസിൻ്റെ ഒരു ഡെഫിനേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നത് ഇറ്റ് ഇസ് എൻ അമോർഫസ്, ഹാർഡ്, ബ്രിട്ടിൽ, ട്രാൻസ്പാരൻറ്റ് ഓർ ട്രാൻസ്ലൂസൻറ്റ്, സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഓഫ് ഇൻഫിനിറ്റ് വിസ്കോസിറ്റി എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. സോ ഇമ്പോർട്ടൻറ്റ് ഇസ് ട്രാൻസ്പാരൻറ്റ് ഓർ ട്രാൻസ്ലൂസൻ്റ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ഒപ്പേക്ക്. The metal oxide which give good chemical durability to borosilicate glass are A. Oxides of sodium, potassium and magnesium. Oxides of sodium, magnesium and boric acid. Option C. Oxides of sodium, potassium, aluminium. Option D. Oxides of aluminium, magnesium and potassium. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്സൈഡ്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് അലുമിനിയം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചില ഗ്ലാസുകൾ, നമ്മൾ കുറച്ച് ഗ്ലാസുകളെ പറ്റിയൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. അതിൻ്റെ കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്സൈഡ്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് അലുമിനിയം ആണ്. നമുക്ക് നോക്കാം എന്താണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സിലിക്ക. എല്ലാ ഗ്ലാസുകളുടെ ഒരു കോമൺ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയുന്നതാണ് സിലിക്ക, സാൻഡിൽ നിന്നാണ് എല്ലാ ഗ്ലാസുകളും വരുന്നത്. പിന്നെ നമ്മൾ നോക്കും ബോറിക് ഓക്സൈഡ് ഉണ്ട്, സോഡിയം ഓക്സൈഡ് ഉണ്ട്, അലുമിനിയം ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ. അപ്പോൾ അലുമിനിയം ഓക്സൈഡും ബോറിക് ഓക്സൈഡും സോഡിയം ഓക്സൈഡും ഒക്കെ വരുന്നൊരു സാധനമാണ് ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഒരു അപ്പാരൻ്റ്ലി ഒരു 250 ഡിഗ്രി വരെയൊക്കെ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇതിന് കഴിയും. ഇതാണ് കോമൺലി യൂസ്ഡ് ഇൻ ലാബ്. നമ്മൾ മിക്ക ലബോറട്ടറി ഗ്ലാസ് വെയർ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ബോറോസിൽ എന്ന് പറയുന്നൊരു എംബ്ലം അതിനകത്ത് ഉണ്ടായിരിക്കും. ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഹീറ്റും തെർമൽ റെസിസ്റ്റൻ്റ് ആണ് ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വളരെ ഹൈ ഡിഗ്രിയിലൊന്നും ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇതിനില്ല. ഇതിന് മറ്റൊരു പേര് പറയും ഹാർഡ് ഗ്ലാസ്. അപ്പോൾ മറ്റൊരു ചോദ്യം വരാം, എന്താണ് സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്? ഏറ്റവും ചീപ്പായിട്ടുള്ള ഗ്ലാസിനെയാണ് സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത് ലബോറട്ടറിയിൽ. അത് നമ്മുടെ സോഡ ലൈം ഗ്ലാസ് ആണ് അതിൻ്റെ എക്സാമ്പിളായിട്ടുള്ളത്. അവിടെ അതായത് സോഡിയം ഓക്സൈഡാണ് കൂടുതലായിട്ടുള്ളത്, ബോറിക് ഓക്സൈഡ് ഒന്നുമില്ല. സിലിക്കയും സോഡയും മാത്രമാണ് നമ്മുടെ സോഡ ലൈം ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. മറ്റൊരു ഗ്ലാസ്സാണ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് വെയർസ് ഉണ്ടാക്കുന്നത്, ഡിസ്പോസിബിൾ ഗ്ലാസ് വെയർസ്, നോട്ട് ലബോറട്ടറി വെയർ, ഡിസ്പോസിബിൾ ഗ്ലാസ് വെയർസ് ഉണ്ടാക്കുന്നതും ഫ്ലിൻറ്റ് ഗ്ലാസ്സിൽ നിന്നാണ്. ഇനിയും മറ്റൊരു ഗ്ലാസ്സാണ് പൈറക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിനെയാണ് നമ്മൾ പൈറക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. 515 ഡിഗ്രി വരെയാണ് അതിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻറ്റ്. നമുക്ക് അതിനെ പറ്റിയൊക്കെ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആസിഡ് വാഷ് ഗ്ലാസ് വെയർസ് ആർ യൂസ്ഡ് ഫോർ യൂറിൻ അനാലിസിസ്, എസ്റ്റിമേഷൻ ഓഫ് ഗ്ലൂക്കോസ്, എസ്റ്റിമേഷൻ ഓഫ് കോപ്പർ, എസ്റ്റിമേഷൻ ഓഫ് യൂറിയ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എസ്റ്റിമേഷൻ ഓഫ് കോപ്പർ. നമുക്കറിയാം എന്താണ് ആസിഡ് വാഷ്. HClO ഐഡിയലി നൈട്രിക് ആസിഡ് വെച്ചിട്ടാണ് ആസിഡ് വാഷ് ചെയ്യേണ്ടത് ഐഡിയലി. അത്തരത്തിലുള്ള ആസിഡുകൾ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസ്റ്റിൽ വാട്ടറിലൊക്കെ അല്ലെങ്കിൽ ഡിയനൈസ്ഡ് വാട്ടറിൽ റിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് വെയർസിനെ ഒന്നുകൂടി റിൻസ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നുകൂടി ഡിയനൈസ്ഡ് വാട്ടറിൽ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും മെറ്റൽസ് കോപ്പർ ആവട്ടെ, ഡിറ്റർജൻസിലൊക്കെ ഉള്ള മെറ്റൽസ് കാണാം, അല്ലെങ്കിൽ
പുവർ സ്റ്റോറേജിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മെറ്റൽസ് ആവട്ടെ, ഇതെല്ലാം ഈ ആസിഡിലൂടെ ഡിസോൾവ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ മെറ്റൽ എക്സാമിനേഷൻ, ഇപ്പോൾ ഇവിടെ മെറ്റലായിട്ടുള്ളത് കോപ്പർ, എല്ലാ മെറ്റലുകളുടെയും മിനറൽസിൻ്റെയും എസ്റ്റിമേഷന് നമ്മൾ ഗ്ലാസ് വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ദാറ്റ് ഹാസ് ടു ബി ആൻ ആസിഡ് വാഷ് ഗ്ലാസ് വെയർ. അപ്പോൾ അതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള നൈട്രിക് ആസിഡ്, മിക്കപ്പോഴും നൈട്രിക് ആസിഡിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു 5% HCl മറ്റോ ഒക്കെ സോക്ക് ചെയ്തിട്ട് നമ്മൾ ആസിഡ് വാഷ് ഗ്ലാസ് വെയർ ആയിട്ട് യൂസ് ചെയ്യും. ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, മിനറൽ എസ്റ്റിമേഷൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് ആസിഡ് വാഷ് ഗ്ലാസ് വെയർസ് ആണ്. മാക്സിമം ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഓഫ് പൈറക്സ് ഗ്ലാസ് 160 ഡിഗ്രി സെൽഷ്യസ്, 250 ഡിഗ്രി സെൽഷ്യസ്, 515 ഡിഗ്രി സെൽഷ്യസ്, 900 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 515 ഡിഗ്രിയാണ്. പൈറക്സ് ഗ്ലാസ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബോയിലിംഗ് ട്യൂബ് വളരെ ഇമ്പോർട്ടൻറ്റ്, യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈറക്സ് ഗ്ലാസ് ബോയിലിംഗ് ട്യൂബൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ്. ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബോറോസിൽ ഗ്ലാസ് ആണിത്. അപ്പം മറ്റൊരു ഹീറ്റ് റെസിസ്റ്റൻറ്റ്, ഏറ്റവും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഏത് എന്നുള്ള ചോദ്യം വരും. ആക്ച്വലി നമ്മൾ ആലോചിക്കേണ്ടത് ഈ പൈറക്സ്, ബൈക്കർ അങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ ആക്ച്വലി കമ്പനികളുടെ പേരാണ്. അപ്പോൾ കോർണിംഗ് അഥവാ കോറക്സ് ആ കമ്പനിയുടെ ഗ്ലാസ് ആണ് ഏറ്റവും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് എന്ന് പറയുന്നത്. 900 ഡിഗ്രിക്ക് മുകളിലുള്ള ഹീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ അതിന് പറ്റും. അതാണ് കോമൺ ആയിട്ട് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ഹീറ്റ് റെസിസ്റ്റൻ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കോർണിംഗ് ഗ്ലാസ് അഥവാ കോറസ് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ വൈക്കർ ഗ്ലാസ്, കോറക്സിനോടൊപ്പം നിൽക്കുന്ന 96% സിലിക്ക ഉള്ള വൈക്കർ ഗ്ലാസ്സിനും ഇത്രത്തോളം ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പൈറക്സ് ഗ്ലാസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഗ്ലാസ് ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസിനെ പറ്റി അറിയാം. ഈ ഗ്ലാസ് ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ് പ്രിപ്പയർ ചെയ്തിരിക്കും. ബിക്കോസ് അതിനകത്ത് നമുക്കറിയാം ഹീറ്റിംഗ് കോയിലൊക്കെ ഒരുപാടുണ്ട്. ആ ഹീറ്റിംഗ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റൊക്കെ വിസ്റ്റാൻഡ് ചെയ്യണ്ടേ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ കോർണിംഗ് ഗ്ലാസ് ആണ്. അപ്പോൾ കോർണിംഗ് ഗ്ലാസ് ഹൈ ഹീറ്റ് റെസിസ്റ്റൻറ്റ്, യൂസ്ഡ് ഫോർ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ്, ഗ്ലാസ് ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ്. പൈറക്സ് ഗ്ലാസ് ആവട്ടെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബോറോസിൽ ഗ്ലാസ് ആണ്. 515 ഡിഗ്രി വരെയാണ് അതിൻ്റെ ഒരു ഹീറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ബോയിലിംഗ് ട്യൂബിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബോയിലിംഗ് ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരത്തേക്ക് നമ്മൾ ബോയിലിംഗ് വാട്ടർ ബാത്തിൽ ഒരു ട്യൂബൊക്കെ ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബെറ്റർ ആയിട്ടുള്ളത് പൈറക്സ് ഗ്ലാസിൻ്റെ ലേബലിൽ വരുന്ന ഗ്ലാസ്സുകളാണ്. Which of the following volumetric glassware is least accurate? Standard flask, pipette, burette, measuring cylinder. വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വോളിയോമെട്രിക് ഗ്ലാസ് വെയറിനെ ഏറ്റവും ലീസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദ്യം. നമുക്ക് ഗ്ലാസ് വെയർസിനെ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ എന്ന് നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ എന്ന് പറയാം. നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ എന്ന് വെച്ചാൽ ലീസ്റ്റ് കാലിബ്രേറ്റഡ് ആണ്, എസ്പെഷ്യലി ബീക്കർ, കോണിക്കൽ ഫ്ലാസ്ക് തുടങ്ങിയവ. എന്നാൽ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ ആവട്ടെ നല്ല രീതിയിൽ കാലിബ്രേറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വോളിയോമെട്രിക് ഗ്ലാസ് വെയർ ഏത്? ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പറയുന്ന കാലിബ്രേഷൻ പ്രോസസ്സൊക്കെ ആക്യുറേറ്റ് ആയിട്ട് നടക്കുന്നതും ഇതിൻ്റെ ബോർ സൈസുമായിട്ട് അല്ലെങ്കിൽ ബോർ ആയിട്ട്, അതായത് അതിൻ്റെ വാവട്ടം എത്ര ഉള്ളതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. പിപ്പറ്റും ബ്യൂററ്റും നമുക്കറിയാം വളരെ കോണിക്കൽ ഷോർട്ട് എൻഡ് ആണ്. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കും വളരെ നാരോ ആയിട്ടുള്ള ഒരു ലോങ് നെക്കാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഈ സൊല്യൂഷൻ്റെ കോണ്ടാക്റ്റ് കുറവായിരിക്കും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലിബ്രേഷൻ ഓഫ് ഗ്ലാസ് വെയർസിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനും ഈ പറയുന്ന ടെമ്പറേച്ചറിനും ഒക്കെയാണ്. അപ്പോൾ അതുമായിട്ടുള്ള കോണ്ടാക്റ്റ് മിനിമം ആയതുകൊണ്ടാണ് ബെറ്റർ കാലിബ്രേഷൻ, പ്രോപ്പർ കാലിബ്രേഷൻ, ആക്യുറസി, പ്രിസിഷനൊക്കെ ഈ നാരോ നെക്കഡ് ആയിട്ടുള്ള നാരോ ബോറുള്ള ഫ്ലാസ്കുകൾക്കും വോളിയോമെട്രിക് ഗ്ലാസ് വെയർസിന് കൂടുതലായിരിക്കും. എന്നാൽ മെഷറിംഗ് സിലിണ്ടർ നമുക്കറിയാം അതിൻ്റെ ബോറ് ഇച്ചിരി വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് ആക്യുറേറ്റ് ആണ്. പക്ഷേ ബാക്കിയുള്ള വോളിയോമെട്രിക് അപ്പാരറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെഷറിംഗ് സിലിണ്ടർ ലീസ്റ്റ് ആക്യുറേറ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഡൈല്യൂഷൻസ്, സ്റ്റാൻഡർഡൈസേഷൻസ് ഒന്നും അതിൽ ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നത്. Which of the following glass is used to make reagent bottles for standard solutions? Flint glass, Corning glass, low actinic glass, Pyrex glass. Flint glass നമ്മൾ പറഞ്ഞു ഡിസ്പോസിബിൾ ഗ്ലാസ് വെയർസിന് യൂസ് ചെയ്യും. കോർണിംഗ് ഗ്ലാസ് നമ്മൾ പറഞ്ഞു ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ് കൊണ്ടാകുന്ന ഹീറ്റ് റെസിസ്റ്റൻറ്റ്, റിയേജൻറ്റ് സൊല്യൂഷൻ ഹീറ്റ് ചെയ്യാൻ ഇത്രയും വില കൂടിയൊരു സാധനം നമുക്ക് വേണ്ട. പൈറക്സ് ഗ്ലാസ് നമ്മൾ പറഞ്ഞു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ലോ അക്ടീനിക് ഗ്ലാസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈസ് ലോ അക്ടീനിക് ഗ്ലാസ്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഗ്ലാസ് വിത്ത് ഹൈ തെർമൽ റെസിസ്റ്റൻസ് ബട്ട് ഇറ്റ് ഈസ് ആംബർ ഓർ എഡ് കളേർഡ്.
അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ ലാബിലൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ സൂക്ഷിക്കാനും അല്ലെങ്കിൽ സൈലീൻ ഒക്കെ ഗ്ലാസ് അപ്പാരറ്റസ് കൊണ്ടുവരുന്ന ഒരു കറാന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡീപ്പ് ബ്രൗൺ കളറിലുള്ള ആംബർ കളറിലുള്ള വലിയ വലിയ റിയേജൻറ്റ് ബോട്ടിൽസ് ആൽക്കഹോളൊക്കെ ചിലപ്പോൾ അതിലാണ് കൊണ്ടുവരുന്നത്. ഇപ്പോഴൊക്കെ കോമൺ ആയിട്ട് കൊണ്ടുവരുന്നതെല്ലാം പ്ലാസ്റ്റിക് വേസിലാണ്. എങ്കിലും ഇത്തരത്തിൽ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ കാണും ഈ ആംബർ കളേർഡ് ആയിട്ടുള്ള ഒരു വലിയ ഗ്ലാസ് വേസ് കൊണ്ട് ഹിസ്റ്റോപത്തോളജിയൊക്കെ വളരെ കോമൺ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ. അപ്പോൾ ഇത് ആണ് നമ്മുടെ ലോ ആക്ടീനിക് ഗ്ലാസ് വേസ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസും കൺട്രോൾ മെറ്റീരിയൽസും വയ്ക്കാനുള്ള കാരണം ലൈറ്റുമായിട്ടോ എക്സ്റ്റേണൽ ഏരിയയുമായിട്ടോ ഉള്ള ലീസ്റ്റ് കോൺടാക്റ്റ് ഉണ്ട്. കാരണം അതിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. പിന്നെ ആംബർ കളറും കൂടെ ആകുമ്പോൾ ഈ ലൈറ്റ് കടന്നു പോകത്തില്ല. അപ്പോൾ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ ലൈറ്റ് മൂലം ഉണ്ടാകുന്ന വിഘടനം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഒന്നും ഡിസോൾവ് ആവത്തില്ല. ചില സാധനങ്ങളുണ്ട് ഗ്ലാസ്സിൽ കൂടി ചില ഗ്യാസൊക്കെ ഡിസോൾവ് ആയി കയറും. അതൊന്നും ഈ ലോ ആക്ടീനിക് ഗ്ലാസ് വെയറിൽ നടക്കത്തില്ല. സോ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ്, ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയർ എന്ന് പറയുന്നത് ലോ ആക്ടീനിക് ഗ്ലാസ് വെയർ ആണ്. Which of the following glass is used to take volume of 24-hour urine sample? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Once it is asked in MSc MLT entrance examination. മെഷറിംഗ് സിലിണ്ടർ, കോണിക്കൽ ഫ്ലാസ്ക്, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, എർലിൻമെയർ ഫ്ലാസ്ക്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 24-hour യൂറിൻ ഏകദേശം 2 ലിറ്ററൊക്കെ ഉണ്ടാകും. പക്ഷേ അത് മൊത്തത്തിൽ നമ്മൾ എടുക്കാറില്ല. ആദ്യം അതിൻ്റെ ഫുൾ വോളിയം നമ്മൾ മെഷറിംഗ് സിലിണ്ടർ ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് 50 ml എടുത്തിട്ടാണ് ബാക്കിയുള്ള മെഷർമെൻറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മെഷറിംഗ് സിലിണ്ടർ. എർലിൻമെയർ ഫ്ലാസ്ക് എന്ന് പറയുന്നതും കോണിക്കൽ ഫ്ലാസ്ക് ആണ്. കാരണം ഇതിനകത്ത് ഈ തന്നിരിക്കുന്നതിൽ തന്നെയും എന്താ പറയുക ഈസി ആയിട്ട്, അതായത് 24-hour യൂറിൻ പോലുള്ള ഹെവി വോളിയൂംസ് വിത്ത് ഗ്രാജുവേഷൻ അളക്കാനുള്ളത് അല്ലെങ്കിൽ വിത്ത് ഡിഫറെൻറ്റ് ഡിവിഷൻസ് അളക്കാൻ പറ്റുന്നത് മെഷറിംഗ് സിലിണ്ടറിന് മാത്രമാണ്. കോണിക്കൽ ഫ്ലാസ്ക് ഒരിക്കലും ഒരു വോളിയോമെട്രിക് ഗ്ലാസ് വെയർ അല്ല. അതിനകത്തുള്ള റീഡിങ് കറക്റ്റും അല്ല. സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഉണ്ടായിരിക്കാം, പക്ഷേ അതിനകത്ത് ഒരൊറ്റ റീഡിങ്ങോ അല്ലെങ്കിൽ ഒരൊറ്റ മാർക്കിങ്ങേ കാണത്തുള്ളൂ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ. Which of the following is a TC pipette to contain pipette? Salis pipette, serological pipette, Moore pipette, Ostwald pipette. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സാലീസ് പിപ്പറ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ TC പിപ്പറ്റ്? നമ്മൾ പിപ്പറ്റുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, TC പിപ്പറ്റും TD പിപ്പറ്റും. TC പിപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കണ്ടെയ്ൻ പിപ്പറ്റ് ആണ്. ഫിക്സഡ് വോളിയം ഓഫ് ഫ്ലൂയിഡിനെ മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വോളിയം, അതിനപ്പുറത്തേക്കോ കുറച്ചോ ഇത് വോളിയം കൊടുക്കത്തില്ല. അതിനൊരൊറ്റ സിംഗിൾ മാർക്കിംഗ് അതിന് മാത്രമേ കാണത്തുള്ളൂ TC പിപ്പറ്റ്. എക്സാമ്പിൾ നമ്മൾ ഹീമോഗ്ലോബിനോമീറ്ററിൽ യൂസ് ചെയ്യുന്ന സാലീസ് പിപ്പറ്റ്. നമുക്കറിയാം അതിനകത്ത് ഒരു കുഞ്ഞൊരു മാർക്ക് ഉണ്ടാവും. ആ മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യും? EDTA ബ്ലഡ് എടുക്കും അല്ലെങ്കിൽ കാപ്പിലറി ബ്ലഡ് എടുക്കും. ആ മാർക്ക് വരെ എടുത്തു കഴിഞ്ഞാൽ അത് 20 മൈക്രോലിറ്റർ ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ വേറെ ഡിവിഷൻ ബൈ ഡിവിഷൻ 20.1 20.2 ഒന്നും നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ആക്യുറേറ്റ്ലി. എന്നാൽ ബാക്കിയുള്ളതിന് പറയുന്ന പേര് ഇപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മോർ പിപ്പറ്റ്, സെറോളജിക്കൽ പിപ്പറ്റ്, അതിലേക്ക് പറയുന്ന പേര് ടു ഡെലിവർ പിപ്പറ്റ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ഡെലിവർ ഡിഫറെൻറ്റ് വോളിയൂംസ്. ഫിക്സഡ് വോളിയം അല്ല, ഡിഫറെൻറ്റ് വോളിയൂംസ് നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ 9 ഒഴിക്കാം, 9.2 ഒഴിക്കാം, 9.3, 10 വേണമെങ്കിൽ നമുക്ക് 5, 5.5 അങ്ങനെ പല പല ഗ്രേഡ്സ് ഓഫ് വോളിയം ഒഴിക്കാൻ പറ്റുന്നതാണ് TD പിപ്പറ്റ്, ടു ഡെലിവർ പിപ്പറ്റ്. സെറോളജിക്കൽ പിപ്പറ്റും മോർ പിപ്പറ്റും ഓക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ TC പിപ്പറ്റിൻ്റെ എക്സാമ്പിൾ സാലീസ് ഹീമോഗ്ലോബിൻ പിപ്പറ്റും ലോങ് ലെവി പിപ്പറ്റ്സും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് പിപ്പറ്റ്സ് ഇസ് ഗ്രാജുവേറ്റഡ് അപ് ടു ടിപ്പ്? അനദർ വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സാലീസ് പിപ്പറ്റ്, സെറോളജിക്കൽ പിപ്പറ്റ്, ഓസ്റ്റിവാൾഡ് പിപ്പറ്റ്. അപ്പോൾ സാലീസ് പിപ്പറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ TC പിപ്പറ്റാണ്. അതിന് ഒരൊറ്റ മാർക്കിംഗ് മാത്രമേ ഉള്ളൂ. മോർ പിപ്പറ്റിന് ടിപ്പിലോടെയൊന്നുമില്ല, ടിപ്പിനും വളരെ മുകളിലാണ്, ആ കോണിക്കൽ എൻഡിനേക്കാളും വളരെ മുകളിലാണ് അതിൻ്റെ മാർക്കിംഗ് എൻഡ് ചെയ്യുന്നത്. ഓസ്റ്റിവാൾഡ് പിപ്പറ്റും അല്ല. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സെറോളജിക്കൽ പിപ്പറ്റാണ്. ബിക്കോസ് ഫൈനൽ വോളിയം, ഫൈനൽ ഡ്രോപ്പ് വരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് സെറോളജി. അപ്പോൾ അവിടെ നമ്മൾ ഒരൊറ്റ പിപ്പറ്റിങ്ങിൽ കൂടെ തന്നെ മാക്സിമം മൊത്തം വോളിയം ഇടാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് സെറോളജിക്കൽ പിപ്പറ്റിൽ അപ് ടു ടിപ്പ് നമ്മൾ ഗ്രാജുവേഷൻ കൊടുക്കുന്നത്. Glass cuvette must not be cleaned with blood bank technician grade 2 DME exam question. Mild detergent, ethanol, ഡൈക്രോമേറ്റ് സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് HCl. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡൈക്രോമേറ്റ് സൊല്യൂഷൻ. കാരണം ഡൈക്രോമേറ്റ് സൊല്യൂഷന് മഞ്ഞ കളറാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം വെച്ചിട്ട് നമ്മൾ ക്യുവറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യുവറ്റ് വിൽ അബ്സോർബ് ദാറ്റ് യെല്ലോ കളർ. പ്ലാസ്റ്റിക് ആവട്ടെ ഗ്ലാസ് ആവട്ടെ കുറേ സമയം കഴിയുമ്പോൾ ആ യെല്ലോയിഷ് ഡിസ്കളറേഷൻ വരുന്നതുകൊണ്ട് നമുക്കറിയാം ക്യുവറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ഏരിയ ആയിരിക്കണം. അതിനകത്തുകൂടിയാണ് അബ്സോർബൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. യെല്ലോ കളർ ഓൾറെഡി ക്യുവറ്റിന് വന്നു കഴിഞ്ഞാൽ ആ യെല്ലോ കളർ ഓൾറെഡി കുറച്ച് കളർ അങ്ങ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലാസ് ക്യുവറ്റ് ക്ലീൻ ചെയ്യാൻ പാടില്ല. ഐഡിയൽ ക്യുവറ്റ് ക്ലീനിങ് സൊല്യൂഷൻ എത്തനോൾ, HCl, വാട്ടർ മിക്സ്ചറാണ്.
Which of the following solutions are used to remove organic matter from glassware? Phenol, hypochlorite, nitric acid, chromic acid. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നതും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഉള്ള ക്രോമിക് ആസിഡ് സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ക്രോമിക് ആസിഡ്? ക്രോമിക് ആസിഡിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ക്ലീനിങ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിനകത്തുള്ളത് പൊട്ടാസ്യം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും വാട്ടറും 1:1:10 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് വളരെ പെസ്റ്റ് ആൻഡ് മോർട്ടാറിലൊക്കെ ഉണ്ടാക്കുന്ന ഇത് വളരെ കൊറോസീവ് ആയിട്ടുള്ള സാധനമാണ്. യെല്ലോ കളറാണ് ഇതിനകത്തുള്ളത്. അത് യൂഷ്വലി ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഗ്രീനിഷ് കളർ ആകുമ്പോൾ അതിനെ ഡിസ്കാർഡ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ എക്സ്ട്രീംലി ഡർട്ടി, ക്ലോഗ്ഡ് വിത്ത് ഓർഗാനിക് മാറ്റർ അത്തരത്തിലുള്ള ഗ്ലാസ് വെയർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ്ട്രീംലി ഡർട്ടി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കോമൺ പർപ്പസിന് ഇത് നമ്മൾ മൈൽഡ് 2% ഡിറ്റർജൻറ്റ് ഇസ് ഇനഫ്. എന്നാൽ വളരെ ഡർട്ടി ഓർഗാനിക് മാറ്റർ കൊണ്ട് ക്ലോഗ് ചെയ്തിരിക്കുന്നതിനൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്യുവറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യുവറ്റിന് ഒരിക്കലും നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് യൂണിവേഴ്സൽ ക്ലീനിങ് സൊല്യൂഷൻ. Among the following methods, identify the correct way of cleaning laboratory glassware. Soap water, tap water, paper towel. Soap water, tap water, പിന്നെ എയർ ഡ്രൈ ചെയ്യുന്നു. സോപ്പ് വാട്ടറിൽ നിന്ന് ടാപ്പ് വാട്ടറിലേക്ക് പോകുന്നു. അസറ്റോൺ വെച്ച് വാഷ് ചെയ്യുന്നു. എയർ ഡ്രൈയിങ്ങിലേക്ക് പോകുന്നു. സോപ്പ് വാട്ടറിലേക്ക് ടാപ്പ് വാട്ടറിലേക്ക് പോകുന്നു. ഡിയണൈസ്ഡ് വാട്ടറിലേക്ക് പോകുന്നു. പിന്നെ എയർ ഡ്രൈ ചെയ്യുന്നു. അപ്പം നമുക്കറിയാം ഇത് കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ്വെയർ ഒരു റുട്ടീനായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സോപ്പ് വാട്ടറിൽ വെച്ച് ഒന്ന് സോക്ക് ചെയ്യും. പിന്നെ ഒന്ന് ടാപ്പ് വാട്ടറിൽ വെച്ചൊന്ന് സോക്ക് ചെയ്യും. ആക്ച്വലി ആദ്യം ഒന്ന് ടാപ്പ് വാട്ടറിൽ സോക്ക് ചെയ്യണം. സോ സോപ്പ് വാട്ടർ, ടാപ്പ് വാട്ടർ, ആ സോപ്പെല്ലാം പോകാനായിട്ട് ടാപ്പ് വാട്ടർ, പിന്നെ ഏറ്റവും അവസാനം ഡിയണൈസ്ഡ് വാട്ടറിൽ വെച്ച് റിൻസ് ചെയ്യണം. അതിനുശേഷമാണ് എയർ ഡ്രൈയോ അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്യേ പാടുള്ളൂ. ഡിയണൈസ്ഡ് വാട്ടർ അവസാനം വന്നിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഗ്ലാസ് വെയർ റിൻസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഡിയണൈസ്ഡ് വാട്ടർ ആകുമ്പോൾ എന്തെങ്കിലും മിനറൽസോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ ഒരു 3 തവണ നമ്മൾ ഡിയണൈസ്ഡ് വാട്ടർ വെച്ചിട്ട് റിൻസ് ചെയ്യുമ്പോൾ അങ്ങ് പോകും. ഐഡൻറ്റിഫൈ ദി ഫാക്ടർ ദാറ്റ് ഈസ് നോട്ട് എ കോൺട്രിബ്യൂട്ടർ ഇൻ ലോസ് ഓഫ് പിപ്പറ്റിംഗ് ആക്യുറസി. ടെമ്പറേച്ചർ ഓഫ് ഫ്ലൂയിഡ് ടു ബി പിപ്പറ്റഡ്, വിസ്കോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ടു ബി പിപ്പറ്റഡ്, ഫ്ലൂയിഡ് വോളിയം 50% എബവ് മിനിമം വോളിയം, ആംഗിൾ ഓഫ് പിപ്പറ്റ് ഡ്യൂറിങ് ആസ്പിരേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻറ്റ്. ടെമ്പറേച്ചർ പിപ്പറ്റിംഗ് ആക്യുറസി അഫക്റ്റ് ചെയ്യും. ഒരു പിപ്പറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 20 ഡിഗ്രിന്നോ ഒക്കെ എഴുതി കാണും, 30 ഡിഗ്രിന്നോ. കാരണം അത് കാലിബ്രേറ്റ് ചെയ്ത ടെമ്പറേച്ചറാണ്. കാരണം ആ ടെമ്പറേച്ചറിലാണ് അത് മാക്സിമം ആക്യുറസി തരുന്നത്. ടെമ്പറേച്ചർ അതിൽ നിന്ന് കൂടുന്തോറും അല്ലെങ്കിൽ കുറയും തോറും അതായത് ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ആവട്ടെ, റൂം ടെമ്പറേച്ചർ ആവട്ടെ, അത് കൂടുമ്പോഴും കുറയുമ്പോഴും അത് പിപ്പറ്റിംഗ് ആക്യുറസിയെ ചെറുതായിട്ട് ബാധിക്കും. വിസ്കോസിറ്റി സ്വാഭാവികമായിട്ടും വിസ്കോസിറ്റിയും ബാധിക്കും. ഹോൾ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി അല്ല പ്ലാസ്മയ്ക്കുള്ളൂ. അപ്പോൾ രണ്ടിനും ഒരേ രീതിക്ക് നമ്മൾ പിപ്പറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. വിസ്കോസിറ്റി വളരെ വിസ്കസ് ഫ്ലൂയിഡ് ആണെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ് പിപ്പറ്റ് ചെയ്യാനായിട്ട്. ആംഗിൾ ഓഫ് പിപ്പറ്റിംഗ് കറക്റ്റ്ലി 90 ഡിഗ്രി ആംഗിളിൽ വേണം നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പിപ്പറ്റ് ചെയ്യാനായിട്ട്, ആസ്പിരേറ്റ് ചെയ്യാനായിട്ട്. ആസ്പിരേറ്റ് ചെയ്ത് ഡെലിവർ ചെയ്യുന്നത് 45 ഡിഗ്രിയിലായിരിക്കണം. അപ്പോൾ 90 ഡിഗ്രിയിൽ ആസ്പിരേറ്റ് ചെയ്യുക, 45 ഡിഗ്രിയിൽ നമ്മൾ ഡെലിവർ ചെയ്യുക. അതാണ് പ്രോപ്പർ വേ ഓഫ് പിപ്പറ്റിംഗ്. അപ്പോൾ അതും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡ് വോളിയം 50% എബവ് മിനിമം വോളിയം, അത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. അതായത് നമുക്ക് പിപ്പറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ 2 ml മതിയായിരുന്നു. പക്ഷേ അവർ 4 ml തന്നു. നമുക്കത് ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ 3 ml അവർ തന്നു. അതൊന്നും പിപ്പറ്റിങ്ങിനെ ബാധിക്കുന്ന കാര്യമല്ല. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്ലൂയിഡ് വോളിയം 50% എബവ് മിനിമം വോളിയം. അതൊന്നും പിപ്പറ്റിംഗ് ആക്യുറസിയെ ബാധിക്കുന്ന ഒരേ ഒരു കാര്യമല്ല. സോ ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള പിപ്പറ്റിംഗ് അല്ലെങ്കിൽ ഗ്ലാസ് വെയർസുമായിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലേക്ക് ചോദിക്കാം.